വിശദമായ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കാരശ്ശേരി ബാങ്ക് ഡയറക്ടർമാർ ജനറൽ മാനേജറെ ഉപരോധിച്ചു. മിനിറ്റ്സ് ബുക്കിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഡയറക്ടർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികളിൽ സത്യം പരിശോധിക്കേണ്ടത് സഹകരണ വകുപ്പും കോടതിയുമാണെന്ന് ജനറൽ മാനേജർ ധനീഷ് പറഞ്ഞു. സമരം എങ്ങനെയാണത്? മിനിറ്റ്സ് ബുക്ക് കിട്ടാതെ ഇവിടുന്ന് പോകാനോ? ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട രേഖകൾ തരാതെ കാരണം അറിയാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. എന്ത് കാരണത്താലാണെന്നുള്ളത് എന്തിനാണ് സർക്കാരിനോട് ഉത്തരവിന്റെ കോപ്പി നമ്മൾ അത് കിട്ടിയാൽ മതി. അത് കിട്ടിയാൽ നമ്മൾ പോവാം. അത് തരുന്നില്ല. കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ മീറ്റിംഗ് പങ്കെടുത്തതാണ്. അതെ, പങ്കെടുത്തതാണ്. തിരിച്ചുവിട്ടതായിട്ടൊരു അറിവും കിട്ടിയിട്ടില്ല. ഞങ്ങളാരും അറിയിച്ചിട്ടില്ല. മറ്റേ വാട്സപ്പിൽ വഴിയൊക്കെ കണ്ടതല്ലാണ്ട് ഞങ്ങൾക്കൊരു ഉത്തരവ് കിട്ടിയിട്ടില്ല. ഒരു ഉത്തരവ് വേണ്ടേ? ഞങ്ങളെ പിരിച്ചുവിടാത്തോളം കാലം ഞങ്ങൾക്ക് ഇവിടെ മിനിറ്റ്സ് ബുക്ക് ആവശ്യപ്പെടാം. അത് കാണിച്ചു തരാൻ ബാധ്യസ്ഥ സെക്രട്ടറി. നിലവിലൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ കാരശ്ശേരി ബാങ്കിലില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നതെന്നുള്ളതാണ് വന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിക്ഷേപം പിൻവലിക്കുന്നതിനോ പുതിയ വായ്പകൾ കൊടുക്കുന്നതിനോ മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കോ ഒന്നും യാതൊരുവിധ പ്രയാസമോ കാര്യങ്ങളോ ഇല്ല. ബാങ്കിൽ മെമ്പർഷിപ്പ് ചേർത്ത ഭരണസമിതി തീരുമാനപ്രകാരമേ മെമ്പർഷിപ്പ് ചേർത്തുള്ളൂ. നിയമപരമായിട്ട് തന്നെയാണ് മെമ്പർഷിപ്പ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അത് പരിശോധിക്കേണ്ടത് സഹകരണ വകുപ്പും കോടതിയാണ്. മുഹമ്മദ് അസ്ലം ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. അസ്ലം, ഈ ജനറൽ മാനേജറെ ഉപരോധിച്ചിരിക്കുകയാണ് ഡയറക്ടർമാർ അടക്കം. ഈ വലിയ അട്ടിമറി ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? കാരശ്ശേരി ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിയുമായി ഡയറക്ടർമാരും മറ്റുമൊക്കെ പോയിരുന്നത്. എന്തായാലും ഇന്നലെ ഡയറക്ടർ കാരശ്ശേരി ബാങ്കിൻ്റെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. ഇന്ന് ഡയറക്ടർമാരെ മിനിറ്റ്സ് ബുക്കിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനറൽ മാനേജർ മുന്നിലേക്ക് എത്തിയത്. അതായത് ഈ മെമ്പർമാരെ ചേർത്ത് സംബന്ധിച്ചുള്ള മിനിറ്റ്സ് ബുക്കിൽ അത് ഡയറക്ടർമാർ ബോർഡിൽ വെക്കാതെയാണ് ആ ഒരു തീരുമാനം ഉണ്ടായതെന്നാണ് 9 ഡയറക്ടർമാർ പരാതിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മിനിറ്റ്സ് ബുക്കിൻ്റെ പകർപ്പ് ഹൈക്കോടതി സമർപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടു. അതേസമയം ജനറൽ മാനേജർ നിതീഷ് നൽകാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ഡയറക്ടർമാരുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഏറെ സമയം അദ്ദേഹത്തെ ഉപരോധിച്ചിരുന്നു. തുടർന്ന് മുക്കം പോലീസ് എത്തി ഈ ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. അല്പസമയം മുമ്പ് അവരെ 5 പേരെയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലൊരു നിയമ പോരാട്ടം ഒരു വശത്ത് നടക്കുന്നു, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പോരാട്ടം കൂടി നടക്കുന്നുണ്ട്. ഹൈക്കോടതി നാളെയാണ് കാരശ്ശേരി ബാങ്കുമായിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെമ്പർഷിപ്പ് കയറ്റിയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത്. അതിന് മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രേഖകൾ മറ്റും ആവശ്യപ്പെട്ടത്. എന്തായാലും കോടതി നാളെ നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 800-ലധികം മെമ്പർമാരെ ഒറ്റ രാത്രി കൊണ്ട് കയറ്റി എന്നുള്ളതാണ് UDF ഭരണസമിതി അംഗങ്ങൾ ആരോപിക്കുന്നത്. അതേസമയം ഇപ്പോൾ ജനറൽ മാനേജർ നമുക്ക് നൽകിയ ബൈറ്റിൽ പറയുന്നത് നിയമപ്രകാരമാണ് മെമ്പർമാരെ കയറ്റിയത്. ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സഹകരണ വകുപ്പും കോടതിയാണ് പരിഗണിക്കേണ്ടത്. ഇവിടെ പ്രതിഷേധത്തിന് വഴിയില്ല എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ കോടതി എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നതാണ് ഇനി അറിയേണ്ടത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ.